ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് CBSEയിലെ തന്നെ വേറൊരു ബ്രാഞ്ച് ആയിട്ടുള്ള ഇൻഫോർമാറ്റിക്സ് പ്രാക്ടിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ചിനെ കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഫസ്റ്റ് ഇയർ എന്തൊക്കെ ചാപ്റ്റേഴ്സ്, എന്തൊക്കെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള കാര്യം ആദ്യം നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് ഇൻഫോർമാറ്റിക്സ് പ്രാക്ടീസ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന IP എന്ന് പറയുന്ന ബ്രാഞ്ചിനെ കുറിച്ചാണ് പറയുന്നത്. CBSEയിലെ IP എന്ന് പറയുന്ന ബ്രാഞ്ചിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് 4 യൂണിറ്റ് ആണ്. ഇവർക്കും 70 മാർക്കിന് തന്നെയാണ് എക്സാമിന് ചോദിക്കുന്നത്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്ന യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ സിസ്റ്റം 10 മാർക്കിനാണ്. ഇതിൻ്റെ അകത്ത് ബേസിക് ആയിട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യം, വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അതിനുശേഷം ഇൻട്രൊഡക്ഷൻ ടു പൈതൺ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ കുറച്ച് അഡ്വാൻസ്ഡ് ടെക്നോളജി, ബേസിക് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒക്കെയാണ് പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ട് യൂണിറ്റ് 3 എന്ന് പറയുന്ന ഡേറ്റാബേസ് കൺസെപ്റ്റ് ആൻഡ് SQL. അതാണ് നമുക്ക് ഈ 3 എണ്ണത്തിന് വെച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 30 മാർക്കിന് പഠിക്കാനുള്ളത്. ഡേറ്റാബേസും അതിന്റെ കൺസെപ്റ്റും അതിന്റെ ബേസിക് കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. ബാക്കി നമ്മൾ സെക്കൻഡ് ഇയർ ആണ് കണ്ടിന്യൂഷൻ പഠിക്കുന്നത്. സോ അതിനുശേഷം യൂണിറ്റ് 4 എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു എമർജന്റ് ടെക്നിക്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഡെയിലി ലൈഫിലുള്ള പുതിയ ടെക്നോളജീസിനെ കുട്ടികളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അവരുദ്ദേശിക്കുന്ന ഒരു യൂണിറ്റ് ആണ് ഇൻട്രൊഡക്ഷൻ ടു എമർജിംഗ് ടെക്നിക്സ്. ജസ്റ്റ് 5 മാർക്സിനേ ഉള്ളൂ. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ IPയുടെ ബേസിക് ആയിട്ടുള്ള സിലബസ്. സോ ഈ സിലബസ് വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഇയർ പഠിക്കാനുള്ളത്. സോ നമ്മൾ അതിൻ്റെ തുടക്കം എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ചോദിക്കുന്ന ഡേറ്റാബേസ് കൺസെപ്റ്റ് ആൻഡ് SQL എന്ന് പറയുന്ന യൂണിറ്റ് ആണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ അതിന് നമുക്ക് 30 മാർക്കിന് ചോദിക്കും. വളരെ എളുപ്പമാണ്. CBSE എന്ന് കേൾക്കുമ്പോൾ ആരും പേടിക്കേണ്ട. സ്റ്റേറ്റ് സിലബസിനെക്കാളും വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ആണ് ഡേറ്റാബേസ് കൺസെപ്റ്റ് ആൻഡ് SQL എന്ന് പറയുന്നത്. സോ അത് തുടങ്ങുന്നതിന് മുമ്പേ നമുക്ക് ആദ്യം ജസ്റ്റ് ഒരു കൺസെപ്റ്റ് അറിയാം. അതായത് എന്താണ് ഡേറ്റാബേസ്, നമ്മുടെ ഡേറ്റാബേസ് എന്താണെന്ന് അറിയുന്നതിന് മുമ്പേ നമുക്ക് ഡേറ്റ എന്താണെന്ന് അറിയണം. നമ്മൾ എന്താണോ കമ്പ്യൂട്ടറിന് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താണോ കമ്പ്യൂട്ടറിന് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്, അതിനെയാണ് നമ്മൾ ഡേറ്റ എന്ന് പറയുന്നത്. എന്നിട്ട് നമുക്ക് തിരിച്ചെന്താണോ കിട്ടുന്നത് അതിനെ പറയുന്ന പേരാണ് ഇൻഫർമേഷൻ. സോ ഡേറ്റ മീൻസ് വാട്ട് വി ആർ ഗിവിംഗ് ടു ദ കമ്പ്യൂട്ടർ ആണല്ലോ. നമ്മൾ എന്താണ് കമ്പ്യൂട്ടറിന് കൊടുക്കുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡേറ്റ എന്ന്. സോ ഡേറ്റാബേസ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഡേറ്റ. നമ്മൾ കൊടുക്കുന്ന ഡേറ്റയുടെ കളക്ഷന് പറയുന്ന പേരാണ് ഡേറ്റാബേസ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഡേറ്റാബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ഷൻ ഓഫ് ഡേറ്റ. ഇനി നമ്മൾ അടുത്ത ഒരു ടേമിലോട്ട് പോവാണ്. നമുക്ക് പഠിക്കാനുള്ള DBMS. പിന്നെ അത് വേറൊരു ടെക്നിക്കൽ ടേം ആണ് DBMS എന്ന് പറഞ്ഞാൽ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. എന്താണ് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്? എ കമ്പ്യൂട്ടർ ബേസ്ഡ് റെക്കോർഡ് കീപ്പിംഗ് സിസ്റ്റം. അതായത് കമ്പ്യൂട്ടറിൻ്റെ അകത്ത് നമ്മൾ ഈ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റാസിനെ എല്ലാം കൂടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനെ പറയുന്ന ആ സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ DBMS. പണ്ടുള്ള കാലത്ത് നമ്മൾ ഈ ഡേറ്റാബേസിന്റെ അഡ്വാൻറ്റേജിലോട്ട് വരുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ DBMSന്റെ അഡ്വാൻറ്റേജിലോട്ട് വരുന്നതിന് മുമ്പേ നമുക്ക് കുറച്ച് മുമ്പുള്ള കാലഘട്ടത്തിലോട്ട് പോകാം. നമ്മളൊരു അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോഴാണെങ്കിലും, ഇപ്പോഴും ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഫുള്ളി അത് ഇപ്പോഴും ഫയൽ മാനേജ്മെന്റ് സിസ്റ്റം അല്ല. ഇപ്പം നമുക്ക് കുറേയൊക്കെ ഹോസ്പിറ്റലിലായാലും, ഒരു അഡ്മിഷൻ എടുക്കാൻ ഒരു കോളേജിൽ പോയാലും, ഒരു സ്കൂളിൽ പോയാലും നമ്മൾ ഫയൽ മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഫുള്ളി അവോയ്ഡ് ചെയ്തിരിക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം പാർഷ്യലി അവോയ്ഡ് ആണ്. വൈ? അതിനെന്തെങ്കിലുമൊക്കെ ഡിസഡ്വാൻറ്റേജ് കാണും. അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ് നമ്മുടെ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം. ഒരു ഫയൽ മാനേജ്മെന്റ് സിസ്റ്റം ആണ്. ഞാനിപ്പോൾ എക്സാമ്പിൾ പറയുന്നത്, ഒരു സ്കൂളിൽ ഞാൻ അഡ്മിഷൻ എടുക്കാൻ പോവുകയാണ്. ആദ്യം അവിടെ ഓഫീസിലുള്ള സ്റ്റാഫ് എനിക്കൊരു
ഫോം തന്നിട്ട് പറയും ഫില്ല് ചെയ്ത് തരാം. ആ ഫോം വർഷങ്ങളായിട്ട് അവിടെ ഓഫീസിൽ തന്നെ സൂക്ഷിക്കും. അത് ചിലപ്പോൾ നശിച്ചു പോകാം, അല്ലെങ്കിൽ അതിൻ്റെ കോപ്പി നഷ്ടപ്പെട്ടു പോകാം. അങ്ങനെ ഒരുപാട് ചാൻസസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് വന്നതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലോട്ട് പോകേണ്ട ആവശ്യകത വന്നത്. അപ്പോൾ നമുക്കിനി ഈ ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഈ യൂണിറ്റിൽ ഞാനിപ്പോൾ രണ്ട് ടേമേ പറഞ്ഞോളൂ. ഒന്ന് ഡേറ്റാബേസും ഒന്ന് DBMS അല്ലെങ്കിൽ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഡേറ്റാബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഞാൻ പറഞ്ഞത്? കളക്ഷൻ ഓഫ് ഡേറ്റ ഈസ് നോൺ ആസ് ഡേറ്റാബേസ്. അതേസമയം ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? എ കമ്പ്യൂട്ടർ കീപ്പിംഗ് ഡേറ്റാസ് അല്ലേ, അല്ലെങ്കിൽ എ കമ്പ്യൂട്ടർ ബേസ്ഡ് റെക്കോർഡ് കീപ്പിംഗ് സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്തോ പറയുന്നത്? ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അപ്പോൾ ഞാൻ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ നമ്മൾ പണ്ട് യൂസ് ചെയ്തിരുന്ന ഫയൽ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഡിസഡ്വാൻറ്റേജ്. നമുക്ക് 6 അഡ്വാൻറ്റേജ് ആണ് പഠിക്കാനുള്ളത്. സോ നമുക്ക് ഓരോ അഡ്വാൻറ്റേജ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡേറ്റാബേസ് reduce data redundancy. എന്താണ് ഡേറ്റ റിഡൻഡൻസി? അതാണ് നമ്മൾ അറിയേണ്ട ഏറ്റവും വലിയൊരു കാര്യം. അതായത് നമ്മളിപ്പോ ഫയൽ മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നു. നമുക്ക് ഒരു ഫോം തന്നിട്ട് ഫില്ല് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോ ഒരു സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ പോയി. എൻ്റെ വീട് സ്കൂളിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. സോ ഒരു സ്കൂളിൽ ഞാൻ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഹോസ്റ്റലുള്ള സ്കൂളായിരിക്കും ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഹോസ്റ്റലിലും പോയി ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കും. അപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് സ്കൂളിലും ഉണ്ട്, അതേസമയം ഹോസ്റ്റലിലും ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ താമസിക്കുന്ന വീട് മാറിയപ്പോൾ ഞാൻ സ്കൂളിൽ പോയി ഇൻഫോം ചെയ്തു, എൻ്റെ ഹൗസ് അഡ്രസ്സ് മാറിയെന്ന് പറഞ്ഞ് ഇൻഫോം ചെയ്തു. അതേസമയം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് സുഖമില്ലാതെയായി. ഹോസ്റ്റലിലുള്ളവർ എൻ്റെ അഡ്രസ്സ് അന്വേഷിച്ചപ്പോഴേക്കും സ്കൂളിൽ ഒരു അഡ്രസ്സ്, ഹോസ്റ്റലിൽ ഒരു അഡ്രസ്സ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കൊരു കൺഫ്യൂഷൻ വരാം, ഏതാണ് എൻ്റെ ഒറിജിനൽ അഡ്രസ്സ്. അതായത് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡേറ്റ അവിടെ വന്നു. അതേസമയം നമ്മൾ ഇതൊരു ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ, ഒരു സിസ്റ്റത്തിലാണ് ഇത് കൊടുത്തിരുന്നതെങ്കിൽ, നമുക്ക് ആദ്യമേ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്ത് ഒരു ID പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡേറ്റ അവിടെ അവോയ്ഡ് ചെയ്യും. ഞാൻ സ്കൂളിൽ പോയി പറയുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് സിസ്റ്റത്തിൽ ആ ചേഞ്ച് വരുത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ചേഞ്ച് എവിടെയും വരും, ഹോസ്റ്റലിലെ ഡേറ്റാബേസിലും വരും. അപ്പോൾ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡേറ്റ അവോയ്ഡ് ചെയ്യാം. അതാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ്. ഡേറ്റാബേസ് റെഡ്യൂസ് ഡേറ്റ റിഡൻഡൻസി. അതായത് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡേറ്റ ഒരു പരിധി വരെ ഏതിൽ അവോയ്ഡ് ചെയ്യും? ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ അകത്ത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ ഫസ്റ്റ് അഡ്വാൻറ്റേജ്. അപ്പോൾ ഇപ്പം നമുക്ക് ഒരാൾക്ക്, അതായത് ഒരു ക്ലാസ്സിൽ തന്നെ ഒരു പേരിലുള്ള 2-3 പേര്, അപ്പോൾ ഒരു സ്കൂളോ ഒരു ഓർഗനൈസേഷനോ ആകുമ്പോൾ ഒരുപാട് പേര് വരാം. അതേസമയം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പാടായിരിക്കും. ആ ഫോം, ആ ക്ലാസ് എടുത്ത് വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യാം. അതേസമയം യൂണീക്കായിട്ട് ഒരു ID നമുക്ക് പ്രൊവൈഡ് ചെയ്യാനും പറ്റും. ഏത് വഴി? ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം വഴി നമുക്കൊരു യൂണീക്കായിട്ട് ഒരു ID നമുക്ക് പ്രൊവൈഡ് ചെയ്യാനും പറ്റും. So this is the first advantage of database management system. Database reduce data redundancy. Data redundancy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Duplication of data can be avoided. Duplication of data can be avoided. അടുത്ത സെക്കൻഡ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ database can control data inconsistency to a large extent. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡേറ്റ അവോയ്ഡ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഡേറ്റ ഇൻകൺസിസ്റ്റൻസിക്ക് ഇത് കാരണമാകുന്നു. അതായത് വേരിയസ് കോപ്പീസ് വരുന്ന സമയത്ത് സം ഡേറ്റാസ് cannot be allowed.
അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഡേറ്റാസ് അതിൻ്റെ അകത്ത് കൊടുക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള ഡിസ്പ്ലേ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള മെസ്സേജസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരാൾ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് റോങ് ഇൻഫർമേഷൻസ് കൊടുക്കുകയാണെങ്കിൽ അതും നമുക്ക് അതിൻ്റെ അകത്ത് കൊടുക്കാൻ പറ്റില്ല എന്ന് നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റും. സോ ഡേറ്റ ബേസ് ക്യാൻ കൺട്രോൾ ഡേറ്റ ഇൻകൺസിസ്റ്റൻസി ടു എ ലാർജ് എക്സ്റ്റെന്റ്. അതായത് ലാർജ് കോപ്പീസ് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പീസ് cannot be accessed എന്നുള്ള ഒരു കൺസെപ്റ്റിലോട്ട് നമുക്കിതിനെ കൊണ്ടുപോകാൻ പറ്റും. So these are the first two advantages of database management system. First one, database can reduce data redundancy. Data redundancy means duplication of data. Second one, database can control inconsistency to a large extent. Then third advantage എന്ന് പറയുന്നത് database can facilitate sharing of data. Database can facilitate sharing of data. Sharing of data providing. ആ സമയം നമ്മൾ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ സ്കൂളിൽ പോയാലേ എനിക്ക് ആ സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഫോം എടുത്ത് വെച്ച് നോക്കേണ്ടി വരും. അതേസമയം നമ്മൾ ഇതെല്ലാം ഡേറ്റാബേസ് സിസ്റ്റത്തിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നെറ്റ്വർക്ക് കൊണ്ട് നമുക്ക് ആ ഡേറ്റാബേസ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഏത് സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വേറൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും പറ്റും. സോ ദിസ് ഈസ് ദ മെയിൻ ആൻഡ് തേർഡ് അഡ്വാൻറ്റേജ് ഓഫ് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. എന്താണ്? ഡേറ്റാബേസ് ക്യാൻ ഫാസിലിറ്റേറ്റ് ഷെയറിംഗ് ഓഫ് ഡേറ്റ. Okay, so these are the first three advantages of database management system. ഇനി 3 അഡ്വാൻറ്റേജും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. സോ നാലാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡേറ്റാബേസ് എൻഫോഴ്സ് സ്റ്റാൻഡേർഡ്. ഡേറ്റാബേസ് എൻഫോഴ്സ് സ്റ്റാൻഡേർഡ് എന്താണ് കൊണ്ട് മീൻ ചെയ്യുന്നത്? അതായത് ഇന്റർനാഷണൽ ആൻഡ് നാഷണൽ സ്റ്റാൻഡേർഡ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഫില്ല് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഡേറ്റ് ഓഫ് ബർത്ത്. എന്നിട്ട് നമ്മൾ അതിന്റെ ബ്രാക്കറ്റിൽ കൊടുക്കും TD MM YY. ഓക്കെ, അല്ലെങ്കിൽ 4Y കൊടുക്കും. സ്വാഭാവികമായിട്ടും ഫോം ഫില്ല് ചെയ്യുന്ന ഒരാൾ ഇതൊന്നും നോക്കൂല, ജസ്റ്റ് എന്തുവാണ് ഇങ്ങനെ അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കും. അതേസമയം നമ്മൾ അതെടുത്ത് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക സ്റ്റാൻഡേർഡ് ഒന്നും നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞെങ്കിലും അവർ ചെയ്തിട്ടില്ല, അല്ലേ? പക്ഷേ നമുക്ക് അങ്ങനെ പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ അതേസമയത്ത് സിസ്റ്റത്തിലാണ് നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ, നമ്മൾ ഇങ്ങനെയാണ് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ എറർ കാണിക്കും, അല്ലെങ്കിൽ എറർ മെസ്സേജ് കാണിക്കും, അല്ലെങ്കിൽ നമുക്ക് ആ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ തന്നെ കൊടുക്കണമായിരിക്കും? 25-05-2020 എന്ന് തന്നെ കൊടുത്താൽ മാത്രമേ നമുക്ക് അവിടെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. സോ അവിടെ എന്താണ് ഒരു പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതാണ് ഫോർത്ത് അഡ്വാൻറ്റേജ് DBMS, ഡേറ്റാബേസ് എൻഫോഴ്സ് സ്റ്റാൻഡേർഡ്. ദിസ് ഈസ് ദ ഫോർത്ത് അഡ്വാൻറ്റേജ് ഓഫ് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. അടുത്ത ഫിഫ്ത്ത് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് database provide database management system. Database management system provide security and privacy. Security and privacy. ഇതാണ് ഫിഫ്ത്ത് അഡ്വാൻറ്റേജ്. എന്താണ്? ഡേറ്റാബേസ് പ്രൊവൈഡ്, ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം പ്രൊവൈഡ് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി. അതായത് നമുക്കിപ്പോൾ ഒരാളുടെ ഡീറ്റെയിൽസ് നമുക്ക് വേറൊരാളെ കാണാൻ പാടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് യൂസർ നെയിമോ പാസ്വേഡോ ഒക്കെ കൊടുത്തിട്ട് പ്രൈവസി നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും? പ്രൊവൈഡ് ചെയ്യാം. ഇന്ന കുട്ടി ഫീസ് അടച്ചില്ല, ബാക്കി ആരും കാണില്ല, ആ പാരൻസിന് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെസ്സേജ് പാസ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയുള്ള പ്രൈവസീസും, അതുപോലെ തന്നെ ഒരു പാരന്റിന് പർട്ടിക്കുലർ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് പർട്ടിക്കുലർ ഒരു ഹോം പേജ് പ്രൊവൈഡ് ചെയ്യാനും ഇതിനകത്ത് ഫെസിലിറ്റി ഉണ്ട്.
സോ ദിസ് ഈസ് ദ ഫിഫ്ത്ത് അഡ്വാൻറ്റേജ്. എന്താണ്? ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം പ്രൊവൈഡ് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി. സെക്യൂരിറ്റിയും പ്രൈവസിയും പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, അടുത്ത അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ലാസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് integrity can be maintained through database. Integrity can be maintained through database. അതായത് പർട്ടിക്കുലർ എന്താണ് കണ്ടീഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ പറയും, ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ബയോളജി സയൻസ് അഡ്മിഷൻ എടുക്കണമെങ്കിൽ എബോവ് 80% മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ ഫോം ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ 60% ഉള്ളവരും ആപ്ലിക്കേഷൻ ഫോം കൊണ്ട് എടുക്കും. അപ്പം നമുക്കത് സോർട്ട് ചെയ്തെടുക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ അകത്ത് നമ്മൾ സിസ്റ്റത്തിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള കണ്ടീഷൻസ് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗ്രേറ്റർ ദാൻ 80 എന്ന് പറഞ്ഞാൽ 80% ഉള്ള ഒരു കുട്ടിക്ക് പോലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അത്ര ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം. സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. അപ്പോൾ ഡേറ്റാബേസ് നമ്മൾ ഇന്ന് നോക്കിയത്, ഡേറ്റാബേസ് എന്താണ്? കളക്ഷൻ ഓഫ് ഡേറ്റയാണ് നമ്മുടെ ഡേറ്റാബേസ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ നോക്കിയത് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്താണ്. അതായത് സിസ്റ്റത്തിൻ്റെ അകത്ത് റെക്കോർഡ് കീപ്പിംഗ് സിസ്റ്റം ഇൻസൈഡ് ദ കമ്പ്യൂട്ടർ ഈസ് നോൺ ആസ് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. അതിനുശേഷം ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിൻ്റെ 6 അഡ്വാൻറ്റേജസ്. ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്തുവായിരുന്നു? ഡേറ്റാബേസ് ക്യാൻ റെഡ്യൂസ് ഡേറ്റ റിഡൻഡൻസി. ഡേറ്റ റിഡൻഡൻസി എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡേറ്റ ക്യാൻ ബി അവോയ്ഡഡ്. സെക്കൻഡ് വൺ, database can control data inconsistency to a large extent. Third one, database enforce standard. Fourth one, database can provide security and privacy. Fifth one, database facilitate sharing of data. Last advantage, integrity can be maintained through database. So these are the advantages of database. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളത്, അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ അകത്ത്, അതായത് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ഡേറ്റ മോഡലാണ്, അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ടെക്നോളജീസിനെ കുറിച്ചാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.